ഹേ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. വീഡിയോ ആദ്യം ഒന്ന് മുഴുവനായി കാണണം. ആദ്യം തന്നെ നമ്മളിങ്ങനെ അളവ് ബ്ലൗസിൽ നിന്ന് ലൈനിങ്ങിലേക്ക് ഇങ്ങനെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മൊത്തം ഒന്ന് വരച്ചെടുക്കാം. പിന്നീട് നമ്മൾ ഡാട്ട് ഞാൻ ആ ബസ്റ്റിൻ്റെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 3 ഇഞ്ചും താഴ്ഭാഗത്ത് നിന്ന് ഒരു 4.5 കേട്ടോ ആ കൊടുത്തത്. അതിന് ശേഷം താഴ്ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇഞ്ച് വീതം കൊടുത്തു. അതിന് ശേഷം നമുക്കതൊരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ ബസ്റ്റ് പോയിൻറ്റിലേക്ക് യോജിപ്പിക്കാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടുപിടിച്ച് ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒരു ഡാട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം അത് ആ ബസ്റ്റ് പോയിൻറ്റിലേക്ക് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് സീം അലവൻസൊക്കെ വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരിക്കലും ഞാൻ ആ കട്ട് ചെയ്യുന്ന ഭാഗം ഷേപ്പാക്കി കട്ട് ചെയ്തരുത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴ്ഭാഗം എങ്ങനെയാണോ അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ആ ചോക്കിൻ്റെ പൊടി ഇപ്പുറത്തെ ഭാഗം ആകുന്നവരെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറം ആ ചോക്ക് പൊടീൻ്റെ അതേ ട്രേസിൻ്റെ ഭാഗം അളവ് വരും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇപ്പുറം ഒരളവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഭാഗത്തോട് കൂടി ചോക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമ്മൾ ആദ്യം അളവെടുക്കുന്ന അതേ രീതിയിൽ ബാക്കിൽ അളവെടുക്കുമ്പോൾ ഹുക്ക് ബാക്കിലാണ് വരുന്നത്. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ആ ഒരു ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് വിട്ടിട്ട് വേണം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കതൊന്നിങ്ങനെ ശരിക്കൊന്ന് വരച്ചു കൊടുക്കാം. ബാക്കിൽ നമുക്ക് ആ ഷേപ്പിൻ്റെ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്യാം. കാരണം നമുക്ക് ഡാട്ടൊന്നും വേറെ പോകുന്നില്ലല്ലോ. ബാക്കിലെ നെക്ക് വന്നിട്ട് നല്ല വൈഡായിട്ടുള്ളൊരു നെക്കാണ്. അതേപോലെ ലെങ്ത്തും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു ചെറിയ അളവുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ. അതായത് ഒരു ബസ്റ്റ് സൈസ് 32, 34 ആ ഒരു അളവൊക്കെ വരുന്ന ബ്ലൗസാണ്. നമ്മളിപ്പോൾ ഒരു 40, 38 ആ ഒരു അളവൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം പ്രിൻസസ് കട്ടിൻ്റെ ഡാട്ട് എടുത്തിരുന്നല്ലോ, അത് ബസ്റ്റ് പോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു 4.5, താഴേന്നും അതേപോലെ 4.5, അങ്ങനെ നമുക്ക് ഡാട്ട അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്കിനി മെയിൻ ക്ലോത്തിലേക്ക് ഇതേപോലെ ഈ ലൈനിങ് വെച്ച് നേരിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്നും സീം അലവൻസ് ഒന്നും വിടാനില്ല. കാരണം നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ അതൊക്കെ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് തുണി തികയോ ഇല്ലയോ എന്നൊക്കെ ഒരു ഐഡിയയും കിട്ടും. ഡയറക്റ്റ് നല്ല ക്ലോത്തിൽ കട്ട് ചെയ്യാതെ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ ഇങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ സ്റ്റിച്ചിങ്ങിലേക്കാണ് പോവേണ്ടത്. ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് നൂലൊക്കെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഡാട്ടിൻ്റെ ഭാഗം നമ്മൾ ആദ്യം വരച്ചിട്ടില്ലേ അതിന് മുകളിലൂടെയൊക്കെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ നൂല് പൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് കുറച്ച് ലാഗായിട്ട് തോന്നുന്നത് കേട്ടോ. നമുക്ക് ആദ്യം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കർവ് ഷേപ്പിൽ നമുക്ക് ഡാട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഈ വരച്ച എല്ലാ ഡാട്ടിൻ്റെ മുകളിലൂടെയും ഒന്നിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ മെഷീൻ സാധാരണ മെഷീൻ ആയതുകൊണ്ട് ക്രേപ്പ് മെറ്റീരിയലൊക്കെ അടിക്കുമ്പോൾ വല്ലാതെ നൂല് പൊട്ടുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമുക്ക് ഈ കർവിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ അതേപോലെ തന്നെ ഒന്നിങ്ങനെ കുത്തിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗവും ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിങ്ങനെ മടക്കിയിട്ട് പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ആ ഡാട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു കപ്പ് നല്ല ഭംഗിയിൽ കിട്ടും. നമ്മളെപ്പോഴും ഈ ഒരു പോയിൻറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് പ്രഷർ ഫുട്ട് പൊക്കിയതിന് ശേഷം മാത്രമേ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കൂടാതെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ഡാട്ട് കിട്ടുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ഡാട്ട് ചെയ്യുന്ന ഭാഗം ഇങ്ങനെയല്ലാതെ പുറമേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചൊന്നും കാണാതെ സീമൊക്കെ ഉള്ളിലാക്കിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയിട്ടുണ്ട്.
അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് ഈ ഫെയർവെല്ലിൻ്റെ തന്നെ ഒരു ബ്ലൗസും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൗസിൻ്റെ ഇതിൽ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡാട്ടിൻ്റെ മുകളിലൂടെയും ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഡാട്ട് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ മെഷീനിൽ പഴയ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ക്രേപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയലൊക്കെ ലൈനിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നൂല് പൊട്ടി പോകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമുക്ക് ഈ ഡാട്ടൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നെക്കാണ് കേട്ടോ. നെക്കിന് ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു എഡ്ജൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അതായത് നമ്മുടെ നെക്കിൻ്റെ അതേ അളവിൽ ഒരു പീസ് ചതുരം, അതായത് സ്ക്വയർ നെക്കാണല്ലോ, അതുകൊണ്ട് സ്ക്വയർ പീസിൽ തന്നെ ഒരു പീസ് ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഇങ്ങനെയൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ മടക്കായിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. കാരണം അവസാനം നമുക്കതൊന്ന് ഹെമ്മിങ് ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ നെക്കിന് ഒരേപോലെ തന്നെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അതിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ ആ ഓരോ കോണിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴും ഒന്ന് പ്രഷർ ഫുട്ട് പൊക്കി പോയിൻ്റ് ചെയ്ത് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ സ്ക്വയറിൻ്റെ പോയിൻ്റ് ഒന്നും ഭംഗിയിൽ കിട്ടത്തില്ല. അതിനുശേഷം നമുക്ക് ഇതിനൊരു നോച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് നെക്കിൻ്റെ ഡിസൈൻസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് യു നെക്ക്, വി നെക്ക്, സ്വീറ്റ് ഹാർട്ട്, അങ്ങനെ ഒരുപാട് നെക്കിൻ്റെ മാത്രം വീഡിയോസ്, അതായത് ഇതേപോലെ ഫിനിഷ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നെക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നൂലൊക്കെ ഒന്നിങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചിട്ട് ഭംഗിയാക്കി കൊടുക്കാം. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഹെമ്മിങ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഏത് നെക്ക് ചെയ്യുമ്പോഴും ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അത് ചുരിദാറിനായാലും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അതിനുശേഷം സ്റ്റിച്ചൊന്ന് ലൂസാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് മുകളിലൂടെ, അതായത് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്, പിന്നീട് നമ്മൾ ഈ സ്റ്റിച്ച് അഴിച്ച് കളയും, ഒരു ഡമ്മി സ്റ്റിച്ച് പോലെ ഇടുന്നതാണ് കേട്ടോ. അതൊന്നിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ ബാലൻസ് വരുന്ന ത്രെഡൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് പിന്നീട് ഒരുപാട് ട്രിം ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗമാണ് കേട്ടോ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ബാക്കിലെ നെക്ക് ചെയ്യാം. ഞാൻ ലൈനിങ്ങുമായിട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറിച്ചിടും. മറ്റൊരു രീതിയിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് ഒരു ക്രോസ് പീസ് നമ്മൾ നേരത്തെ നെക്കിന് ചെയ്തിട്ടില്ലേ, അതേപോലെ ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിത് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചുരിദാറിനൊക്കെ കഴുത്ത് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നത് പോലെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നെക്കിൻ്റെ ബാക്കിൽ കെട്ട് അതുപോലെയുള്ള ലൂപ്പൊക്കെ അറ്റാച്ച് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമുക്ക് അറ്റാച്ച് ചെയ്യുക. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ചിന് മുന്നേ, അതായത് നമ്മുടെ നെക്ക് പീസും ലൈനിങ്ങും ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ ലൂപ്പും കൂടെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ 2 നെക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ആദ്യം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഒരുപോലെ വെച്ച് ലൈനിങ് വെച്ച് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോയിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെയും പലതരം സീംസിൻ്റെയും വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്.
ഇതേപോലെ നമ്മുടെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ജോയിൻ ചെയ്യാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എത്ര ഭംഗിയിൽ ഷോൾഡർ ചെയ്യുന്നത് ശരിയായ മെത്തേഡിലല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ 2 ഷോൾഡറും ഇങ്ങനെ സീംസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ 2 ഭാഗവും ഒന്ന് ആ ഷോൾഡറിൻ്റെ ഭാഗം വരെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് ഈ 2 ഭാഗത്തെ ഷേപ്പും ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ആം ഹോളിൻ്റെ ഭാഗത്തും ഒന്ന് ഇതേപോലെ വെച്ച് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടും പുറത്തേക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായി ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അടുത്തതായി വേണ്ടത് താഴത്തെ ബാൻഡ് ഫിനിഷ് ചെയ്യലാണ്. അതിനു വേണ്ടി 3 ഇതേപോലെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു നീളം കൂടിയതും ബാക്കിൽ ഓപ്പണിംഗ് ഉള്ളതല്ലേ, അതുകൊണ്ട് നീളം കുറഞ്ഞ 2 പീസുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മളിങ്ങനെ താഴ്ഭാഗത്ത് ഈ പീസ് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്കിനൊക്കെ ചെയ്തതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഈ ഭാഗം ഒന്നെങ്കിൽ നമുക്ക് മടക്കി സാധാരണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മടക്കി ഹെമ്മിങ് ചെയ്തായാലും ഫിനിഷ് ചെയ്യാം. ഈ ഒരു ഭാഗമാണ് കേട്ടോ ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതോ. ഞാൻ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രിൻസസ് കട്ട് ബ്ലൗസ് സാരിക്ക് മാത്രമല്ല പട്ടുപാവാടയുടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതേപോലെ മടക്കിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ബ്ലൗസാണിത്. അങ്ങനെ ബോഡി പാർട്ട് മൊത്തം കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് സ്ലീവിലേക്ക് പോകാം. സ്ലീവ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എപ്പോഴും കട്ട് ചെയ്യാറ്. ഈ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം ബ്ലൗസ് പീസിൻ്റെ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നേരിട്ട് ഞാൻ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4ആയി മടക്കിയിട്ടാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് 2 സ്ലീവും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം നല്ല ക്ലോത്ത് വെച്ച് അതിന് മുകളിൽ വീണ്ടും ഈ ലൈനിങ് വെച്ചിട്ട് അതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ബ്ലൗസാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ലൈനിങ് കട്ട് ചെയ്തത്. അഥവാ നിങ്ങൾക്ക് ലൈനിങ് വേണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നല്ല ക്ലോത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നീട് താഴ്ഭാഗം ഒന്നിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്ലീവിൻ്റെയും താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം എഡ്ജ് ഫിനിഷ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെ എഡ്ജും ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ക്യാപ്പ് ഭാഗം, അതായത് ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഒന്ന് ഇതേപോലെ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അന്നേരം ഇതേപോലെ ഇങ്ങനെ നീങ്ങിപ്പോകാതെ നല്ല ഭംഗിയിൽ അതവിടെ ഉറച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഭാഗവും ഇതേപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട്, ഈ സ്റ്റിച്ചൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്റ്റിച്ച് കുറച്ചുകൂടി വലിയ സ്റ്റിച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെയൊക്കെ ഇട്ട് കൊടുക്കാം. അല്ല നമ്മുടെ കയ്യിൽ മറ്റേ പിന്നുണ്ടെങ്കിൽ പിന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് പിന്നീട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ പിന്ന് ഊരിയാലും മതി. എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആം ഹോളും ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം.
ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ ആം ഹോളിൽ നിന്നുള്ള അളവിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ലീവ് നമുക്ക് പിന്നീട് ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആം ഹോൾ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ എക്സ്ട്രാ പീസ് വെച്ചിട്ടൊക്കെ സൈഡിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഓൾറെഡി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ആം ഹോളിൻ്റെ അളവ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സ്ലീവിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ ലാസ്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ആം ഹോളിൻ്റെ പോയിൻറ്റും ഒരേപോലെ കിട്ടും. ഇല്ലെങ്കിൽ ചില ടൈം നമുക്കിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകാറുണ്ട്. ഇതിപ്പോൾ ആ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം ഹോൾ ഷേപ്പിൽ ഒരേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. ഹുക്കിന് ഞാൻ ഇതേപോലെ ആണ് മാർക്ക് ചെയ്യാറ്. എല്ലാത്തിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്ത് ആദ്യം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു 6 ഇഴ നൂല് എടുത്ത് ഇങ്ങനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ബട്ടന് ഒരു കീ ഹോളാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ വീഡിയോ വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അതും ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് 5 മാർക്കാണ് കിട്ടിയത്. ഈ 5 മാർക്കിലും നമുക്കിങ്ങനെ ഓരോ ബട്ടൺ ഹോൾ സ്റ്റിച്ചായിട്ട് തുന്നിയെടുക്കാം. ഓരോ സ്റ്റിച്ച് ഇടുമ്പോഴും കെട്ടിട്ടിട്ട് വേണം കേട്ടോ തുന്നാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ ആദ്യം തന്നെ 6 ഇഴ നൂല് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തവണ സൂചി കുത്തി ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.